ഒരു ശബ്ദ സന്ദേശം ഞങ്ങൾ കേൾപ്പിക്കാം. ആ ശബ്ദ സന്ദേശം അങ്ങ് കേൾക്കണം. 2 ദിവസം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഒരു ഭീഷണി സന്ദേശം വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ആക്രമിക്കുമെന്നും റിപ്പോർട്ടർ ടിവി അടിച്ചു തകർക്കുമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറിയുടെ ഭീഷണി. കൊല്ലയിൽ ശ്യാംലാലാണ് ശബ്ദ സന്ദേശം അയച്ചത്. ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമെങ്കിൽ നമ്മൾ 20 പേര് കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കും. അതിനിപ്പോ റിമാൻഡ് ആയാലും കുഴപ്പമില്ല. റിമാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് കൊല്ലയിൽ ശ്യാംലാൽ കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി പറയുന്നതാണ് നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ 20 പേരടങ്ങുന്ന സംഘം റിപ്പോർട്ടർ ടിവി ആക്രമിക്കുമെന്ന് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ശ്രീ കെ പി റിജി, അപ്പൊ അങ്ങനെ ഭീഷണിയുടെ തന്നെ തുടർച്ചയായാണ് ഇങ്ങനെ അതിക്രമങ്ങൾ എങ്കിൽ അതിന്റെ രൂക്ഷത കൂടുതൽ, അതിന്റെ ഒരു ഇന്റൻസിറ്റിയും യഥാർത്ഥത്തിൽ കൂടുതൽ രൂക്ഷമാവുകയാണ് കഴിയുന്നത്. അത് ആസൂത്രിതമായ ഒരു ആക്രമണമായാണ് അപ്പോൾ കാണാൻ കഴിയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലുള്ള ആക്രമണം അല്ലല്ലോ. അപ്പൊ കൂടുതൽ ഗൗരവകരമായ വിഷയമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തീർത്തും ജനാധിപത്യ വിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമായ നടപടിയാണ്. ഈ സംഭവത്തെ തള്ളിപ്പറയാൻ ബന്ധപ്പെട്ട പാർട്ടികളുടെ ഉന്നത നേതാക്കൾ രംഗത്ത് വരികയും അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മാധ്യമ സ്ഥാപനം ഉന്നയിക്കുന്ന വാർത്തകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള മറ്റ് പല വഴികളുമുണ്ടല്ലോ. അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത് ആ രീതിയിലാണ്, അല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ടല്ലോ. നിയമവാഴ്ചയെ യഥാർത്ഥത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ.